Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങളെല്ലാവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ റീസെന്റ് നടക്കുന്ന ഒരു പുതിയ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം പേർക്കൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഷെയർ ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. ലൈക്ക് കിട്ടിയ സന്തോഷം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ കുറെ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് പറയാറുണ്ട്. ഇപ്പൊ ഇതാ പുതിയ ഒരു ഓൺലൈൻ തട്ടിപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ആ ഓൺലൈൻ തട്ടിപ്പ്? അതായത് നിങ്ങളുടെ മൊബൈലിലേക്ക് വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ SMS ആയിട്ട് ഒരു മെസ്സേജ് വരികയാണ്, വളരെ റേറ്റ് കുറച്ചിട്ട് റീചാർജ് ചെയ്ത് തരാം. കാരണം നമുക്കറിയാം ഇപ്പൊ നമ്മുടെ മൊബൈൽ കമ്പനീസ് ജിയോ, VI, എയർടെൽ, BSNL ഇല്ല കേട്ടോ, ഈ 3 കമ്പനി ഒറ്റ നിന്ന നിൽപ്പിനാണ് ചാർജ് കൂട്ടിയത്. ഒരു 30 to 40 to 50% ചാർജ് കൂട്ടി. അതേപോലെ ഇനി കൂട്ടാൻ പോകുന്നുണ്ട്. അപ്പം നമുക്കൊരു മെസ്സേജ് വരാണ്, വളരെ ലാഭകരമായി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, നിങ്ങൾക്ക് വളരെ ലാഭകരമായി നിങ്ങളുടെ മൊബൈൽ റീചാർജ് ചെയ്യാം. നമ്മുടെ മലയാളിയല്ലേ, എവിടെ ലാഭം ഉണ്ടോ നോക്കും, അത് ക്ലിക്ക് ചെയ്യും. ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫോൺ പേ, പേടിഎം അല്ലെങ്കിൽ ഗൂഗിൾ പേയിലേക്ക് UPI അടിച്ചിട്ട് റീചാർജ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും. അങ്ങനെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ ബാലൻസ് കയറില്ല, അല്ലെങ്കിൽ റീചാർജ് നടക്കില്ല, നിങ്ങളുടെ പൈസ പോകും. ഇവിടെ പൈസ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ആരെയും കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് 1930 കംപ്ലൈന്റ് ചെയ്തിട്ട് ഈ ഒരു സൈബർ ഫ്രോഡ് നിങ്ങൾക്ക്, ഫിനാൻഷ്യൽ ഫ്രോഡ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യും. ഈ ഫ്രോഡ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് നിങ്ങൾ തന്നെ അതിന്റെ പിന്നിലേക്ക് പോവില്ല. പക്ഷെ അത് പോവാണെങ്കിൽ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ക്രൈം നടന്നിട്ടുള്ള ഉടനെ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 50 to 70% നിങ്ങൾക്ക് ആ റീഫണ്ട് കിട്ടാൻ ചാൻസ് ആണ്. അപ്പൊ നമുക്കറിയാം പുതിയ ഈ ഒരു ഓൺലൈൻ തട്ടിപ്പ് വളരെ വിഷമകരമായിട്ടുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല, ഒപ്പിച്ചിട്ടുള്ള പൈസ ഉള്ളപ്പോഴാണ് ഈ റീചാർജ് കാണണമെങ്കിൽ എന്താ, നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പണം പോവും. ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ അതിന്റെ കംപ്ലൈന്റ് പിന്നാലെ പോവും ചെയ്യില്ല. ആ ഒരു ധൈര്യത്തിലാണ് ഈ ഒരു തട്ടിപ്പ് നടക്കുന്നത്. ഇത് ഹാക്കേഴ്സോ വലിയ ഹാക്കിംഗ് ബുദ്ധിയോ കാര്യങ്ങളോ ഒന്നും അല്ല. ജസ്റ്റ് ഒരു ലിങ്ക് അവര് ആക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ ഹാക്ക് ആവാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു UPI ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജ് വരും. അത് കറക്റ്റ് സ്റ്റെപ്പ് പറഞ്ഞില്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ UPI ID അടിച്ചിട്ട് പേയ്മെന്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അത് ഒരിക്കലും ഒരിക്കലും നമ്മുടെ എയർടെല്ലോ VIയോ ജിയോ അല്ല പേയ്മെന്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവരും ഇതിൽ ഉത്തരവാദിയായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സൈറ്റിൽ VI ആണെങ്കിൽ VIന്റെ ആപ്പ് എന്നോ അല്ലെങ്കിൽ VIന്റെ വെബ്സൈറ്റ് എന്നോ നമുക്ക് കാണുന്ന വെബ്സൈറ്റ് സ്ക്രീനിൽ കാണാം, VIന്റെ ആപ്പ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതേപോലെ മൈ ജിയോ ആപ്പിന്റെയോ അല്ലെങ്കിൽ മൈ ജിയോന്റെ പേജ് എന്നോ അതല്ലെങ്കിൽ എയർടെലിന്റെ ആപ്പ് എന്നോ അല്ലെങ്കിൽ എയർടെൽ താങ്ക്സ് ആപ്പാണ്, എയർടെൽ താങ്ക്സ് ആപ്പ് എന്നോ അല്ലെങ്കിൽ എയർടെലിന്റെ വെബ്സൈറ്റ് എന്നോ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പം സ്ക്രീനിൽ ഇത് കണ്ടിട്ടുണ്ടോ, ആ രീതിയിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇതേപോലെ തന്നെ ഒരു ലിങ്ക് ഒരാൾ അയച്ചു തന്ന് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ റീചാർജ് പോകാൻ വെച്ചാൽ നിങ്ങളുടെ പൈസ പോവും. അതായത് ആ റീചാർജ് എമൗണ്ട് നിങ്ങളുടെ നിന്ന് 100% പോവും. അത് തിരിച്ചു കിട്ടാൻ ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക്, എല്ലാ എമൗണ്ടും വലുതാണ് പക്ഷെ ഇത് ചെറിയൊരു എമൗണ്ട് അല്ലേ, അപ്പൊ നിങ്ങളും അതിന്റെ പിന്നിൽ മെനക്കെടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.